2 ദിവസം മുമ്പാണ് ഇത്തരത്തിലൊരു കത്ത് കൈമാറുന്നത്. അപ്പോൾ വളരെ രഹസ്യമായി തന്നെ ഇത് കൈമാറുകയായിരുന്നു. ഇത് പുറത്തു വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്തായാലും അങ്ങനെ രഹസ്യമായി കത്ത് നൽകി അതിൻ്റെ മറുപടി വാങ്ങിയെടുത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുക. ഇവർ പ്രശ്നക്കാരല്ല, പുറത്തു പോയാൽ ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളൊരു ഭാഗം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ജയിൽ വകുപ്പിൻ്റെ പ്രതീക്ഷ തെറ്റിയിരിക്കുകയാണ്. ഈ വിവരങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എന്ത് മറുപടി നൽകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർക്കാർ എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് ജയിൽ വകുപ്പ് മാത്രം അറിഞ്ഞുകൊണ്ടിരുന്ന ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ജയിൽ വകുപ്പ് മേധാവിയുടെ ഭാഗത്ത് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമായിരിക്കും പറയാൻ പോവുക. എന്തായാലും അത് എത്രത്തോളം അതിനെ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കണമെന്നുള്ളത് അറിയാമല്ലോ. കാരണം അങ്ങനെ ഒരു ജയിൽ വകുപ്പ് മേധാവിക്കൊന്നും ഒറ്റയ്ക്കൊന്നും ഇത്തരത്തിലുള്ളൊരു കത്തയക്കാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല. കൃത്യമായൊരു നിർദ്ദേശം എന്തായാലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി അത് ആര് പറഞ്ഞു, ഏത് തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. അന്നേരം അക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ശരി ശരി.